അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെയുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ചെറിയൊരു കിളിനാദവും അതേ സമയം തന്നെ വിജനമായി കിടക്കുന്നതാണ് നമ്മളെ റോഡുകളാണ്. ഇപ്പോൾ സ്കൂൾ ബസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മെയിൻ റോഡിൻ്റെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വണ്ടികൾ മൂവ് ചെയ്യുന്നുണ്ട്. മെട്രോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്കുള്ള സർവീസൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതാ ഇന്നൊരു നോമ്പ് ദിനമാണ്. നോമ്പ് ദിനം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ദിവസമായി നോമ്പെടുക്കുന്നത്, പക്ഷേ ഇന്നാണ് ഞങ്ങൾക്കൊരു വീഡിയോ ചെയ്യാൻ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാ രാവിലെ കുടിയൊക്കെ കഴിഞ്ഞ് നേരെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. യെസ്, ഇതാ നമ്മളെ ബിൽഡിങ്ങിന് മുമ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വിജനമായി കിടക്കുകയാണ്. വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫുള്ളാളും ബഹളവും ഒക്കെ ആയിട്ടായിരിക്കും. ഇത് രാവിലെ ആയതുകൊണ്ട് തന്നെ ഇതാ നമ്മളെ പൂവുകളൊക്കെ വിടർന്ന് വളരെ മനോഹരമായ കാഴ്ചയാണ് ഇത് രാവിലത്തെ ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ. നമ്മളെ കമ്പനി വണ്ടി എത്തിയിട്ടില്ല. അപ്പോൾ ഇതാ നമ്മളെ ഗണേഷിൻ്റെ കയ്യിലാണ് നമ്മളെ വണ്ടി ഉള്ളത്. അപ്പം ഞാൻ ആദ്യം വന്നിട്ട് എൻ്റെ വണ്ടിയുടെ അടുക്കേ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ചെറിയൊരു ഓയിൽ ലീക്കേജ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ എൻജിൻ്റെ ഈ ഓയിൽ സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കറക്റ്റ് ബോൾട്ട് ടൈറ്റ് ആവായിട്ടോ അങ്ങനെ എന്തോന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ നമ്മളെ വണ്ടി വന്നിട്ട് എവിടെയാണ് നിർത്തിയിട്ടുള്ളത്. ഓ, അവിടെ ഒരു പാർക്കിംഗ് ഒഴിവുണ്ടല്ലോ. ചാൻസ് കിട്ടുവാണെങ്കിൽ നേരെ അവിടത്തേക്ക് മാറ്റിയണോ. യെസ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചെറിയ ഓയിൽ ലീക്ക് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം വണ്ടി ഒന്ന് അങ്ങോട്ടേക്ക് മാറ്റിയിട്ടെ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് കറക്റ്റ് അറിയാൻ പറ്റും ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ മസാജ് കാർഡുകൾ, ഈ നോമ്പിൻ്റെ സമയമായിട്ട് മസാജ് കാർഡുകൾക്ക് ഒരു കുറവുമില്ല. യെസ്, അങ്ങനെ നമ്മളിതാ വണ്ടി അവിടെ നിന്ന് നേരെ ഇവിടത്തേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. അതാ നമ്മളെ നവീൻ വന്നിട്ടുണ്ട്. നവീൻ, ഗുഡ് മോർണിംഗ്. അസ്സലാമു അലൈക്കും. ഇന്നേക്ക് ഫാസ്റ്റിംഗ് അല്ല? ഫുൾ ഫാസ്റ്റിംഗ്. Did you had anything in the morning? No. Yeah. അപ്പോൾ അതാ നമ്മളെ ഗണേഷ് വണ്ടിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും വന്നിട്ട് ഇന്ന് ഫുൾ ഫാസ്റ്റിങ്ങിലാണ്. ഗണേഷ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളിന്നൊന്നും കഴിച്ചിട്ടില്ല. എന്നുവെച്ചാൽ സാധാരണ നോമ്പ് ദിവസം രാവിലെ നമ്മൾ എന്താ കഴിക്കത്തില്ലേ അത്താഴം എന്നുള്ള രീതിയിൽ, അതുപോലെ ഇന്ന് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതാ നമ്മളെ ബിൽഡിങ്ങിന് നേരെ താഴെ നമ്മളെ അൽത്താഫും വൈശാഖും ഇവിടെ ഉണ്ട്. ഇന്നത്തെ വ്ളോഗ് ഒരു നോമ്പ് ദിനം. അല്ല, ഇന്നാണ് ശരിക്കും നോമ്പ്. കാരണം രാവിലെ പോലും ഒന്നും കഴിക്കാത്ത നോമ്പാ. ഇല്ല, നവീനൊന്നും കഴിച്ചിട്ടില്ല. വൈശാഖ്, നീ എന്തും കഴിച്ചിനാ? ഇല്ല. ഇതാ നമ്മളെ ഓഫീസിലേക്കുള്ള ഓൺ ദ വേ ഉള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ആറ് 51 സമയം ഗണേഷ്. 6:52. അപ്പോൾ ഇതാ നമ്മളെ ഈ നോമ്പ് ദിനത്തിൽ വന്നിട്ട് ഇതാ നമ്മളെ സാലിക്കിൻ്റെ ടൈമിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ സാധാരണ സാലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 6 വന്നിട്ട് ഇപ്പം നോർമൽ ഡേയ്സിൽ വന്നിട്ട് ഫ്രീ ആണ്, എന്നുവെച്ചാൽ നൈറ്റ് ടൈമിൽ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു നോമ്പ് ടൈമിൽ വന്നിട്ട് അത് 2 to 7 ആക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കിത് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു 7 o'clock ഉള്ളിൽ ഇതാ നമ്മൾ സാലിക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആണല്ലോ. ഒരു 8 മിനിറ്റ് കഴിഞ്ഞാൽ കഴിയും. പിന്നെ 6 ദിർഹംസ് അങ്ങോട്ട് പോകും. അതാ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. അതാ നമ്മുടെ ഓഫീസ്.
ഓഫീസിൻ്റെ അടുക്കുള്ള സ്ട്രീറ്റിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ. അതേസമയം തന്നെ എന്താ നമ്മൾ റൈറ്റ് സൈഡിലൊക്കെ നോക്കിയാൽ കഴിഞ്ഞാൽ എന്താ ഇവിടെയൊക്കെ ഒത്തിരി കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് അല്ല. അത്രയും വലിയ ഒരു ഫാക്ടറി, യെസ്, അപ്പാരൽ ഗ്രൂപ്പിൻ്റെ അത്രയും വലിയൊരു ഫാക്ടറി സെറ്റപ്പാണ് ഇതാ നമ്മളിവിടെ കാണുന്നത്. ഇവിടെ മുൻപുള്ള ഫാക്ടറിയാണിത്. പക്ഷെ അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഡബിൾ സൈസ് അല്ല, ട്രിപ്പിൾ സൈസ് അല്ല, അത്രയും എൻലാർജ് ചെയ്തിട്ടാണ് അവർ മാറ്റിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് പാനസോണിക് ഉണ്ട്. തൊട്ടപ്പുറം വിശാലമായി കിടക്കുന്ന കൊമേഴ്സിന്റെ മുമ്പിലാണ് എന്താ നമ്മളെ UK കമ്പനി ആയിട്ടുള്ള വൈക്കിംഗ് ട്രെയിലേഴ്സ് ഇന്റർനാഷണൽ ഉള്ളത്. അയ്യോ, ഇന്ന് നമ്മളാണ് ആദ്യം എത്തിയത് കേട്ടാ. നമ്മളെ ഗേറ്റ് പോലും ക്ലോസ്ഡ് ആണ്. നമ്മളെ പാർക്കിംഗ് ഒന്നും ആരും എത്തിയിട്ടില്ല. യെസ്, അങ്ങനെ ഇതാ നമ്മളെ വണ്ടിയും പാർക്ക് ചെയ്തുകൊണ്ട് നേരെ ഓഫീസിലേക്ക്. രാജ എന്താ രാജ അതി രാജ വന്ന് രാജ രാജ എപ്പഴാ രാജ ഫുൾ ലൈറ്റ്സ് ഓൺ പണിക്കോ നവീൻ. യെസ്, അതാ നമ്മൾ രണ്ടുപേരും മാത്രമാണ് ഇന്നായിട്ടുള്ളത്. യെസ്, നമ്മളെ നവീൻ്റെ സീറ്റാണിത്. നവീൻ സർ, ഗുഡ് മോർണിംഗ്. അതാ നമ്മൾ വന്നിട്ട് ഇതാ നേരെ നവീൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് എൻ്റെ സീറ്റ് വരുന്നത്. യെസ്, അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതാ നമ്മളെ 2 പ്രൊജക്ട്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു പ്രൊജക്റ്റിന് വന്നിട്ട് ഇതാ നമ്മൾ ഓട്ടോകാഡ് ഡ്രോയിങ്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഇതാ നമ്മളെ PLCയുടെ ഡ്രോയിങ്സിൻ്റെ അകത്ത് നമ്മളെ ഇൻപുട്ട് IOS നോക്കിയിട്ട് ഇതാ നമ്മളെ PLC പ്രോഗ്രാമിൻ്റെ അകത്ത് ഇതാ നമ്മൾ ആ ഒരു IOS വെച്ചിട്ട് ഈ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണം. അപ്പം ആ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെയാണ് ഇതാ ഇന്നത്തെ ദിവസം ഉള്ളത് നമുക്ക്. യെസ്, അങ്ങനെ ഇതാ നമ്മളിതാ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങുവാണ്. ഇപ്പോൾ ഇതാ നമ്മളെ നോമ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നമ്മളെ ഓഫീസും കാര്യങ്ങളൊക്കെ വന്നിട്ട് 3:15 വരെയാണുള്ളത്. ഇതാ 3:15 ഇതാ നമ്മളെ വർക്കേഴ്സ്, ടെക്നീഷ്യന്മാർ അവരൊക്കെ വന്നിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഇതാ നമ്മളെ അൽത്താഫും ടീമൊന്നും എത്തിയിട്ടില്ല. നമ്മളിങ്ങനെ വണ്ടീൻ്റെ അടുക്ക കെട്ട വെയിറ്റിംഗ് അല്ലേ നവീൻ? വെയിറ്റിംഗ് ഞങ്ങൾ വന്നിട്ട് 2 പേരുടെയും ഉള്ളിലാണ്. എല്ലാ കമ്പനികളും ഉച്ചയ്ക്ക് വിടുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ട്രാഫിക്കാണ് റോഡിലൊക്കെ. യെസ്, അങ്ങനെ ഇതാ നമ്മൾ തിരിച്ച് നമ്മളെ ഡിസ്കവറി ഗാർഡനിലേക്ക് എത്തിയിട്ടുണ്ട്. രാജ, യെസ്, അങ്ങനെ ഇതാ നമ്മളെ രാജയും ഗണേഷും ഒക്കെ ഇറങ്ങേണ്ട സ്ഥലം എത്തിയിട്ടുണ്ട്. കറ്റാർ വാഴത്തോട്ടല്ലേ ഗണേഷ്? കറ്റാർ വാഴ. യെസ്, അങ്ങനെ നമ്മൾ തിരിച്ചതാ നമ്മളെ പാർക്കിങ്ങിലേക്ക് എത്തി. ഞാൻ ഇന്ന് ഇവിടത്തേക്ക് മാറ്റിയിട്ട് യെസ്, ഇന്ന് വന്നിട്ട് 3 പാർക്കിംഗ് ആണ്. ഇത് സാധാരണ പാർക്കിംഗ് കിട്ടാണ്ട് തപ്പലാണ്. ഇതാ ഇവിടെ തോന്നുന്നു. ബെറ്റർ യു ക്യാൻ സ്റ്റേ അവർ റൂം മാൻ. വാട്ട് ദാ സൺലൈറ്റ് ഈസ് You don't like sunlight? യെസ്, ഞങ്ങളിത് തിരിച്ചിട്ട് നമ്മളെ റൂമിൻ്റെ അടുക്കെത്തി.
We can only cross zebra. Where are you going? Everyone. For what? Vegetable. I need to cook today. You are not coming today? What time you guys go? 5 o'clock? Sharp 5. യെസ് അങ്ങനെ ഇതാ നമ്മൾ ഓഫീസിൽ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് സമയം ഒരു 5 മണി വനായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ നേരെ വന്നിട്ട് ഇതാ നമ്മളെ പള്ളിയിലേക്ക് പോവുകയാണ്. യെസ് നമ്മളിതാ നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ പോവാണ്. അപ്പോൾ നമ്മളെ ടീമിൽ ഓൾറെഡി നേരെ മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതാ നമ്മളെ ഗാർഡൻസിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പള്ളിയുണ്ട്. ആ ഒരു പള്ളിയിലേക്കാണ് ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത്. എന്താ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞാൽ ഒരുപാട് ചെറിയ അടക്കാ പക്ഷികളെ പോലത്തെ പക്ഷികൾ, അതേപോലെ തന്നെ മൈന, പ്രാവുകൾ ഒക്കെയാണ്. അപ്പോൾ ഇതാ നമ്മളെ പള്ളിയിൽ വന്നിട്ട് ഇതാ നമ്മളെ ഫുഡ് ഐറ്റംസ് ഒക്കെ വന്നിട്ട് അതിങ്ങനെ സെർവ് ചെയ്ത് വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈനൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യെസ്, നമ്മൾ ലൈൻ ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ നമ്മളിതാ നമ്മളെ നോമ്പ് നിറയൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലേക്ക് മടങ്ങും. അങ്ങനെതാ നമ്മളെ സന്ധ്യാസമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ട് ഇതാ നമ്മളെ ബെഞ്ചിലും കാര്യങ്ങളൊക്കെ ഇരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇതാ നമ്മളെ ഇന്നത്തെ നോമ്പ് തുറയും കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ നോമ്പ് തുറ കഴിഞ്ഞ് നേരെ റൂമിലെത്തിയിട്ടുണ്ട്. അങ്ങനെ എന്താ നമ്മളെ നോമ്പ് തുറ കഴിഞ്ഞിട്ടുള്ള ചെറിയ റെസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇതാ നമ്മളിതാ നേരെ ഒരു വാക്കിങ്ങിന് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ യൂഷ്വലി ഇതാ നമ്മളെ ഈ ഒരു വാക്കിങ്ങിന് പോകുന്ന സമയത്താണ് ഇതാ നമ്മളെ വീട്ടിലേക്കുള്ള വിളിയും കാര്യങ്ങളൊക്കെ. ഹലോ, ഹായ് ബേബി, ബേബി ബേബി ഐ ലവ് യു എന്ന് പറ ബേബി. ഐ ലവ് യു മാമ. അത് കറക്റ്റ് പറഞ്ഞല്ലോ. അതിൻ്റെ അകത്തിപ്പോൾ നിങ്ങളും ഇൻക്ലൂഡഡാ. അല്ല, ആ വ്ളോഗിൽ ഇപ്പം നിങ്ങളും ഇൻക്ലൂഡഡ് ആയിന്ന് അറിയാം. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് കൂടെ ഒക്കെ നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ട്രീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വളരെ നല്ല കൂളായിട്ടുള്ള ക്ലൈമറ്റും കാര്യങ്ങളായിക്കൊണ്ട് തന്നെ നടക്കാൻ ഭയങ്കര ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. എഴുതിയോ? ബേബി കുഞ്ഞു വന്നിട്ടാണ് എന്തല്ലോ കളിച്ചോണ്ട് ഇങ്ങനെ ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതാ നമ്മളൊരു ഫോറസ്റ്റിൻ്റെ ഒക്കെ ഉള്ളിലൂടെ ഒക്കെ പോകുന്ന ഒരു പ്രതീതിയാണ്. രാവിലെയാണ് ഇവിടെ ഭയങ്കര ഒരു വൈബ് എന്ന് പറഞ്ഞാൽ കാണാം. ഭയങ്കരമായിട്ട് കിളിനാദവും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് രാവിലത്തെ വാക്കിങ്ങിന്. പക്ഷെ നമ്മളിപ്പം ഈവനിങ്ങിലാണ് സാധാരണ വാക്ക് ചെയ്യാറുള്ളത്. കാരണം ഈവനിങ് ഫുഡ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വാക്കിംഗ് ആണ് സാധാരണ ഇപ്പോൾ ചെയ്യാറുള്ളത്. യെസ്, അങ്ങനെ നമ്മളിതാ നമ്മളെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചിതാ നമ്മളെ റൂമിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏതാണ്ട് ഒരു 2.5 കിലോമീറ്ററിൻ്റെ മുകളിൽ നമ്മളിന്ന് വാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നേരെ മുമ്പിലാണ് റൂം. അപ്പോൾ ഇന്നത്തെ ഒരു 1 ഡേ വ്ളോഗ് ഏതാണ്ട് ഇതാ നമ്മളിവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാ നമ്മുടെ നോമ്പ് ദിനത്തിൻ്റെ ഈ ഒരു ഫുൾ ഡേ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീം ടു പാഷൻ.